ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച്. ഇതൊരു ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഹരിയാലി ചിക്കൻ എന്നാണ് പേര്. ഇതുണ്ടാക്കിയെടുക്കാൻ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അത്ര പോലും പണിയില്ല. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പൊറോട്ട, ചപ്പാത്തി, ഭട്ടൂര എല്ലാത്തിൻ്റെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ഫ്ലേവറായി കറിക്ക്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ മല്ലിയില, പുതിനയില, സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ലെമൺ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു സോസ് പാൻ വെച്ചിട്ട് എടുത്തു വെച്ച സവാളയില്ലേ, അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ച സവാള മുഴുവനായിട്ട് ഇതിലത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഇതുപോലെ ഇതൊന്ന് കളറ് മാറി വരണം. ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ കറീൻ്റെ ടേസ്റ്റ് മാറും. ഇനി അടുത്ത സ്റ്റെപ്പ് ഗ്രീൻ മസാല ഉണ്ടാക്കലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചി എടുത്തിട്ട് സ്മോൾ പീസസ് ആക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില, പുതിനയില അതും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഇതുപോലെ കറിവേപ്പിലയാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ 3 പച്ചമുളകാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള പകുതിയോളം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു ഹാൻഡ്ഫുള്ള് ബദാമും കാഷ്നട്ട്സും ആണ്. പിന്നെ ഇതുപോലെ അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ മഷിയായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിൽ ചിക്കൻ എടുക്കാം. അതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 5-6 ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 5-6 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഗ്രീൻ മസാല പകുതി ചിക്കനിലത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സായിട്ട് കിട്ടണം. ഈ മസാലയിൽ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് വേണം ചിക്കനിലത്തേക്ക് ചേർക്കാൻ. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ തൈരും ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ ഇനി വലിയ പണിയൊന്നുമില്ല. മാരിനേഷൻ കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇനി നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ചിക്കൻ ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ ബാക്കിയുള്ള മസാലയും കൂടി ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളിയും തക്കാളിയും അതൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പെല്ലാം ചേർത്തത് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. കുറച്ചൊന്ന് വറ്റിച്ച് എടുക്കാം. അപ്പം കറി നല്ല തിക്കായാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ചേർക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ നേരത്തെ ബാക്കി വെച്ച ഫ്രൈ ചെയ്ത സവാളയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളല്ലേ ഇതുണ്ടാക്കാൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് കറി. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരിക്കലെങ്കിലും
ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ കറീൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ക്രീമി ടെക്സ്ചറാണ് ഇതിന്. അപ്പം എന്തെങ്കിലും ഫങ്ഷനോ പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഇതുപോലെ ഹരിയാലി ചിക്കൻ ഒരു വട്ടമെങ്കിലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും റെസിപ്പി വേണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.